ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മലൈക്കോട്ട ബാലിബൻ മറ്റൊരു ബാഹുബലിയോ? അല്ല, ഒരു മലയാള പടം. മോഹൻലാൽ എന്ന മഹാനടനെ വച്ച് അണിയിച്ചൊരുക്കിയ ഒരു മലയാള ചിത്രം. പിന്നെ എന്തിന് ഈ ചോദ്യമുണ്ടായി? അതിന് കാരണം ഈ സിനിമയുടെ ആദ്യത്തെ പരാജയപ്പെടുത്താനുള്ള വാക്കുകളാണ്. എവിടെയാണ് ഈ വാക്കുണ്ടായത്? മീഡിയക്കകത്താണ്, ഓൺലൈൻ മീഡിയക്കകത്ത്. പലരും യൂട്യൂബിലൂടെ വന്ന ഈ പടം മോശമാണ്, അതാണ് ഇതാണ്, കാണാൻ കൊള്ളില്ല, ഉറക്കം വരുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ ചാനലിലൂടെ ഇതൊന്ന് സംസാരിക്കാമെന്ന് കരുതി, ഈ പടത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് കരുതി, ഈ പറഞ്ഞ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാമെന്ന് കരുതി. അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? ശരിയാ, മലൈക്കോട്ട ബാലിബൻ മറ്റൊരു ബാഹുബലിയാണോ? ഒരിക്കലും അല്ല. ആ സിനിമ ചിത്രീകരിക്കുന്ന സമയം തൊട്ടേ ഈ ഓൺലൈൻ മീഡിയ വഴി ഇതിനെ അങ്ങനെ അവതരിപ്പിച്ച് ആ രീതിയിൽ ആകുന്ന രീതിയിലുള്ള സാഹചര്യമൊരുക്കുകയായിരുന്നു. ഓൺലൈൻ മീഡിയയിൽ അങ്ങനെ ഇതിനെ മറ്റൊരു ബാഹുബലിയാണ് എന്നുള്ള തരത്തിൽ ഓൺലൈൻ മീഡിയയിലൊക്കെ പ്രചരണം നടത്തുകയായിരുന്നു. എന്ന് വെച്ചാൽ ബാഹുബലിയാണെന്നുള്ള വാക്കുകൊണ്ടല്ല, ആ അർത്ഥം വരുന്ന രീതിയിലുള്ള പ്രചരണമായിരുന്നു. എന്തോ മോഹൻലാലും ലിജോയും ചേർന്ന് മലയാളത്തിൽ എന്തോ അത്ഭുതം സൃഷ്ടിക്കുന്ന ബൃഹത്തായ ഒരു പടം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങ് എത്രത്തോളം ഹൈപ്പിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ഹൈപ്പിൽ കൊണ്ടെത്തിച്ചതാണ് ഈ പടത്തിൽ ആദ്യം വന്ന മോശ കമന്റുകളുടെ കാരണം. അപ്പോൾ കാണാൻ പോയ ആൾക്കാരും ആ റേഞ്ച് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പടം കാണാൻ കയറിയത്. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചതല്ല, ഈ പുറമേ ഫസ്റ്റ് പറഞ്ഞതുപോലല്ല ഇതിൽ നിന്നും ഫസ്റ്റ് അനുഭവം കിട്ടിയത്. അതിൽ നിന്നും കുറച്ച് ഡൗൺ ആയി, കുറച്ചൊന്നുമല്ല, അവരുദ്ദേശിച്ചതിനേക്കാളും ഒത്തിരി ഡൗൺ ആയിട്ടാണ്. പക്ഷെ ആ ഡൗൺ എന്ന് പറയുന്നത് പടം മോശമായത് കൊണ്ടല്ല, അവരുടെ ചിന്തയിലൂടെയാണ് ഈ പടത്തിനെ അവരെ കണ്ട പ്രേക്ഷകർ ഈ പടത്തിനെ മോശമാണെന്ന അഭിപ്രായം കൊണ്ടുവന്നത്. അവരുടെ ചിന്തയിലൂടെ ആ പടം കാണാൻ പോയതിനു ശേഷം അവരുടെ ചിന്തയിലൂടെ ഈ പടം കാണുകയായിരുന്നു. പക്ഷെ അവരുദ്ദേശിച്ച ചിന്തയിലല്ല ഈ പടം തിയേറ്ററിൽ കണ്ടപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ആദ്യം അങ്ങനെ ഒരു മോശപ്പെട്ട അഭിപ്രായം വരാൻ കാരണമുണ്ടായത്. ഈ എന്തിനാണ് ഇത്രയും ഹൈപ്പിൽ കൊണ്ടെത്തിച്ചത്? മലൈക്കോട്ട ബാലിബൻ എന്ന് പറഞ്ഞ ഈ പടം മോശമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. നല്ലൊരു പടമാണ്, എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന പടമാണ്, കണ്ടാൽ ബോറടിക്കാത്ത പടമാണ്. ബോറിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റിലെ കുറച്ച് ഈ എഴച്ചിലെന്നൊക്കെ പറയും, എഴച്ചിലെന്നോ ലാഹിന്യോ എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ലാഹിന്യൊന്നും അല്ല. ആ പടത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ ലിജോ എന്ന ഡയറക്ടറുടെ മനസ്സിൽ നിന്നും ഉണ്ടായ അവതരണ ശൈലിയാണത്. ഇങ്ങനെ ചെയ്യണം, അത് ലിജോയുടെ കയ്യൊപ്പാണ്. അതിന് പകരം ലിജോ മറ്റൊരു ഡയറക്ടറുടെ രീതിയിൽ ചെയ്യാൻ നിന്നാൽ അത് ലിജോയുടെ കയ്യൊപ്പാകത്തില്ല. ലിജോയുടെ പടത്തിന് ലിജോയുടേതായ ഒരു കയ്യൊപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ സംഭവങ്ങൾ കടന്നു പോകുന്നത്. അത് നമ്മൾ ആ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ മാത്രം മതി. ആ രീതിയിൽ കാണാതെ ബാഹുബലി കാണുന്ന രീതിയിൽ ചെന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. അതാണ് ഈ പടത്തിൽ ഫസ്റ്റ് മോശപ്പെട്ട അഭിപ്രായം വരാനുള്ള കാരണമുണ്ടായത്. അത് മാറിക്കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇത് സാധാരണ ഒരു പടം, മോഹൻലാലും ലിജോയും ചേർന്ന് അണിയിച്ചൊരുക്കുന്ന നല്ലൊരു പടം എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ആ രീതിയിൽ വന്നിരുന്നെങ്കിൽ മതിയായിരുന്നു, നല്ലൊരു പടം. പിന്നെ ആ പറയുന്ന സമയത്തെ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പടം ഒരു മല്ലന്റെ കഥയാണ്. മല്ലന്റെ കഥ എന്ന് പറയുമ്പോൾ നമ്മള് കുട്ടികളോട് മുത്തശ്ശിമാരിൽ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള കഥയാണ്. നമ്മൾ പറയാറുണ്ട്, പണ്ടൊരിടത്തൊരു മല്ലൻ ഉണ്ടായിരുന്നു, ആ നാട്ടിൽ അങ്ങ് പോയി ഇങ്ങ് പോയി അത് ചെയ്തു, നല്ലൊരു മല്ലനാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെ ആഹാരം കഴിക്കും, ഈ രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ആ രീതിയിൽ ഇതിനെ കൊണ്ടുവന്നിരുന്നാൽ കാഴ്ചയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരുന്നു. ആ കാഴ്ചപ്പാടിലൂടെ ആൾക്കാർ കാണത്തുള്ളൂ. അപ്പോൾ ആ പടത്തിന് 100% ഈ പറഞ്ഞവരെല്ലാം 100% വിജയകരമായിട്ട് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. മോഹൻലാൽ എന്നുള്ള മഹാനടൻ ചെയ്യേണ്ട മാക്സിമം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് ആ കഥാപാത്രം കടന്നു പോകുന്നത്. ഈ മലയാളത്തിൽ മോഹൻലാലിനെ മാറ്റി നിർത്തപ്പെട്ടാൽ പിന്നെ ഈ കഥാപാത്രം ചെയ്യാൻ ആരുണ്ട്? എന്റെ മനസ്സിൽ ആരും ഓടി വരുന്നില്ല. ഇത് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഓടി വരുന്നുണ്ടോ എങ്കിൽ കമന്റ് ഇട്ടോളൂ. എനിക്കറിയത്തില്ല.
നിങ്ങളുടെ മനസ്സിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നല്ല ക്യാമറ വർക്കാണ്, നല്ല വിഷ്വൽ, നല്ല രീതിയിൽ എല്ലാവർക്കും കാണുന്ന കാഴ്ചപ്പാടിലൂടെയാണ് ആ വിഷ്വൽ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഇതൊരു പറയാനുള്ളത്, നമ്മളൊരു വിഷ്വൽ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരാള് 250 രൂപ മുടക്കി 2.5 മണിക്കൂർ തിയേറ്ററിൽ ചെന്നിരിക്കത്തില്ല. അത് വേറൊരു സത്യമല്ല. അതിനകത്ത് കടന്നു പോകുന്ന കുറെ മുഹൂർത്തങ്ങളുണ്ട്. ആ മുഹൂർത്തങ്ങൾ ഈ കാണുന്നവന്റെ മനസ്സിലൂടെ കടന്നു പോകണം. എന്നാൽ മാത്രമേ ആ കണ്ടറി പുറത്തിറങ്ങുന്നവൻ നല്ല അഭിപ്രായം പറയുള്ളൂ. ഇത് അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അല്ല എന്ന് രീതിയിൽ വരുത്തി തീർക്കുന്ന ഇമ്പാക്റ്റ് ആണ് ഫസ്റ്റ് കൊടുത്തത്. അത്രയും ഹൈപ്പിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവർക്കത് പറയാൻ പറ്റാതായത്. ഇതൊരു സാധാരണ മോഹൻലാൽ ചിത്രം, ലിജോ അണിയിച്ചൊരുക്കിയ മോഹൻലാൽ ചിത്രം, അങ്ങനെ പറഞ്ഞു പോയാൽ മതിയായിരുന്നു. അതാണ് അതിന് ലോജിക്ക്. പിന്നെ ഇതിനകത്ത് മോഹൻലാലിന്റെ വ്യത്യസ്തമായ വേഷം, ആ വേഷമാണ് പ്രേക്ഷകരെ മനസ്സ് പിടിച്ചു ഉലച്ചത്. പ്രത്യേകിച്ച് എന്തോ സംഭവം ഇതിനകത്തുണ്ട്. ആ സംഭവം നമുക്ക് കാണണം, തിയേറ്ററിൽ ചെന്നിരുന്ന് കാണണം. തിയേറ്ററിനെ കെടുക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരിക്കും, അതായിരിക്കും അവരുടെ മനസ്സിൽ കടന്നുകൂടിയത്. അത് സ്വാഭാവികമാണ്. ഇങ്ങനെ ഒരു വേഷവിധാനത്തോടെ ഈ നമ്മളെ മഹാനടനായ മോഹൻലാൽ പോസ്റ്ററിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാണുന്നവർക്ക് അതിനൊരു കാഴ്ചപ്പാട് ഇങ്ങനെയായിരിക്കും. ഇപ്പോഴും തിയേറ്ററിൽ പടം കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പോയി കാണുക. പടം മോശമെന്ന് പറയാൻ സാധിക്കത്തില്ല, മോശമേ അല്ല. ആ പടം കാണുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് ഇങ്ങനെയായിരിക്കുക. അല്ലാതെ നമുക്ക് ചെന്നിരുന്നിപ്പോ ലൂസിഫർ കണ്ട സിനിമയാണ്, അല്ലെങ്കിൽ മോഹൻലാലിന്റെ പുലിമുരുകനെ പോലിരിക്കുന്ന സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് ചെന്നിരുന്ന് കാണാൻ ശ്രമിച്ചാൽ, അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പടം കാണാൻ ചെന്നിരുന്നാൽ അതിൽ കിട്ടിയ അനുഭവം ഇതിൽ കിട്ടത്തില്ല. അതൊരു വ്യത്യസ്ത തലത്തിലുള്ള അനുഭവം ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ ചിന്തിച്ചു പോയിരുന്ന് എല്ലാവരും കാണുക. അങ്ങനെ കുറച്ച് ബോറടി വരുന്നു എന്ന് പറയുന്നത്, അത് ആദ്യത്തെ ആ ബോറടി ആ പടത്തിന് അനുയോജ്യമായ രീതിയിൽ കൊണ്ടുപോകുന്ന കുറച്ച് നാടകീയതൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. യഥാർത്ഥം കുറച്ചൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. എങ്കിലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ ചെന്നിരുന്ന് തന്നെ കാണുക. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നല്ലൊരു പടമാണ്, എല്ലാവരും കാണുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, ബൈ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.